കളിക്കുന്നതിനിടെ റോഡ് സൈഡിലെ ഇലക്ട്രിക് പോസ്റ്റിലുള്ള ഫ്യൂസിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ 7ാം ക്ലാസ്സുകാരനെ രക്ഷിച്ചത് 5ാം ക്ലാസ്സുകാരൻ. ഉണക്കവിറക് കൊണ്ട് അടിച്ചാണ് വൈദ്യുതിയുടെ പിടിയിൽ നിന്നും കൂട്ടുകാരനെ രക്ഷിച്ചത്. രക്ഷാമാർഗം സ്വീകരിച്ചത് കുട്ടിയുടെ വീട്ടിലുണ്ടായ മറ്റൊരു രക്ഷപ്പെടുത്തലിന്റെ അനുഭവത്തിൽ. വിദ്യാർത്ഥികൾ കോട്ടപ്പാടം കല്ലടി അബ്ദുൽ ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നവരാണ്. കോട്ടപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് വരാൻ ബസ് കാത്തുനിൽക്കുന്ന വേളയിൽ പ്ലാസ്റ്റിക് പാത്രം കൊണ്ട് മുഹമ്മദ് റാജിബ് കളിക്കുന്നതിനിടെ പാത്രം തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് പോയി. ഇതെടുക്കാൻ മതിലിൽ കയറിയതോടെ കാല് വഴുതി. വീഴാതിരിക്കാൻ പിടിച്ചത് വൈദ്യുതി കാലിൽ സ്ഥാപിച്ച ഫ്യൂസുകൾക്കിടയിൽ വലതുകൈ കുടുങ്ങിയതോടെ ഇടതുകൈ കൊണ്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റതെന്ന് മുഹമ്മദ് റാജിഹ് പറഞ്ഞു. എടുക്കാൻ പോയപ്പോൾ ആ പോസ്റ്റിമ ചവിട്ടിയ മതിൽമ കയറി. അതിനുശേഷം ആ റോഡിൻ്റെ കൂടിയുടെ മതിലില്ലേ അതിന്മേൽ ചവിട്ടി ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ വഴിക്ക് എനിക്ക് ആ ഫ്യൂസിന്മേൽ പിടുത്തം കിട്ടി. അപ്പോൾ അവിടെ എൻ്റെ വലത്തെ കൈ കുടുങ്ങുകയും ചെയ്തു. ഇടത്തെ കൈ കൊണ്ട് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഷോക്ക് അടിച്ചു. പിന്നെ ബോധം കിട്ടും. പിന്നെ ഹെൽത്ത് സെൻ്ററിൽ നിന്നാണ് ഓർമ്മ. സംഭവം കണ്ടുനിന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹജാസ് മുഹമ്മദ് റാജിഹിന്റെ കാലിൽ പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വൈദ്യുതാഘാതത്തിന്റെ ശക്തി കാരണം കഴിഞ്ഞില്ലെന്ന് ഷഹജാസ് പറഞ്ഞു. ഞാൻ ഓൻ ആക്ട് ചെയ്യാൻ എഴുതിയിട്ടാണ് അവൻ്റെ കാലുമ്മ പോയി പിടിച്ചപ്പോൾ ചേർത്തടിച്ചു. അതിൽ ഇവനോട് പറഞ്ഞു വടിയെടുത്ത് അടിച്ചോനെയാണ്. അപ്പോൾ ഓനെ അടിച്ചിട്ടിട്ട് സിസ്റ്റർമാരൊക്കെ ഓടി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അപ്പുറത്തേക്ക് ഓനെ മറിച്ചിട്ടിരുന്നു അടിച്ചിട്ട്. പിന്നെയാണ് ഓലൊക്കെ വന്നത്. പരിക്ക് കൈയും ചെറിയ ഇറത്തുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഉടൻ മുഹമ്മദ് സിദാൻ സമീപത്തുള്ള മരക്കഷ്ണം കൊണ്ട് അടിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായ സംഭവത്തിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റാൽ ഉണക്കവടി കൊണ്ട് അടിച്ചു രക്ഷപ്പെടുത്താമെന്ന അറിവ് ലഭിച്ചതെന്ന് മുഹമ്മദ് സിദാൻ പറഞ്ഞു. അത് ഞങ്ങൾ കളിക്കുന്നു. അപ്പോൾ ഓന ആ മതിലിൻ്റെ മുകളിൽ ഇടക്കിടക്ക് കയറലുണ്ട്. അങ്ങനെ ഓൻ കയറിയതായിരുന്നു. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓന് നമ്മൾ പിടിച്ചിരിക്കണുണ്ട്. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓന് ഞങ്ങൾ ആക്ട് ചെയ്യാമെന്ന് ആദ്യം കരുതിനെ. പിന്നെ എൻ്റെ ആക്ടിങ് മതി പറഞ്ഞിട്ട് ഇവൻ എന്താട്ടി അവൻ്റെ ഷൂസും പോയി തൊട്ടോട് ഇവൻക്ക് അടുത്തടിച്ചു. ഇവൻ പറഞ്ഞു അടുത്തടിച്ചിക്കാണോ എനിക്ക് പറഞ്ഞു. അപ്പോൾ വടി എടുത്ത് എന്താ അടിച്ചിട്ട് വെച്ചു ഇവനോട്. അപ്പോൾ അടിച്ചു പറഞ്ഞു. അങ്ങനെ അടിച്ച് 2 വട്ടം അവർക്ക് അടിച്ചു. പിന്നെ മുഖത്ത് കടിച്ചപ്പോഴാണ് വീണത്. അത് എന്താ എൻ്റെ അമ്മായിക്ക് ഷോക്ക് അടിച്ചിരുന്നു. അപ്പം അമ്മായിക്ക് ഷോക്ക് അടിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എന്നെ ഷോക്ക് അടിച്ച് വെച്ചാൽ ഉണങ്ങിയ വടി എടുത്ത് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഉണങ്ങിയ വടി അവിടെ ഉണ്ടായത് കൊണ്ട് അവിടുത്തെ അടിച്ചു. മുഹമ്മദ് റാജിഹിന് കൈക്കും മുഖത്തും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. രക്ഷിച്ച മുഹമ്മദ് സിദാനോട് നന്ദി പറഞ്ഞാൽ തീരില്ലെന്ന് മുഹമ്മദ് റാജിഹിന്റെ മാതാവ് അസ്നത്ത് അക്കര നിറകണ്ണുകളോടെ മലബാർ ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്നവൻ്റെ സഹപാഠി തന്നെയാണ് അവനെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിയോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ചെറിയ കുട്ടികളാണ്. ആ സമയത്ത് നമുക്കാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ തോന്നില്ല. കാരണം നമ്മൾ സമയത്ത് രക്ഷിക്കുക എന്നുള്ളതിൽ അവൻ്റെ പിന്നാലെ പിടിക്കാനേ നമുക്ക് വലിക്കാനില്ലെങ്കിൽ തോന്നുള്ളൂ. ആ കുട്ടിക്ക് അങ്ങനെ വടിയെടുത്ത് തല്ലാൻ തോന്നിയതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളുള്ളതുകൊണ്ടും നമ്മൾ കുട്ടി രക്ഷപ്പെട്ടു. ഇപ്പോൾ 2 കൈയിലും പൊള്ളയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു മുറിയും ചതവും ഉണ്ട്. കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വള്ളി തൂക്കിയിട്ടേക്കാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. മുഹമ്മദ് സിദാൻ ചെയ്തത് ധീരകൃത്യം തന്നെയാണെന്ന് പ്രധാനാധ്യാപകൻ ശ്രീധരൻ പേരേഴി പറഞ്ഞു. വലിയൊരു ധീരകൃത്യമാണ് ഇന്നലെ ചെയ്തത്. തൻ്റെ സഹപാഠി ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഷോക്കടിച്ച് മരണവെപ്രാളം കാണിക്കുമ്പോൾ അപ്പോൾ തോന്നിയ ഒരു ബുദ്ധിയുടെ അനുസരിച്ച് വിറകൊള്ളി എടുത്ത് അവനെ രക്ഷിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നും കിട്ടിയ അനുഭവ പാഠമാണ് ഇതിനവനെ പ്രചോദിപ്പിച്ചത്. ക്ലാസ് അധ്യാപകൻ പി മനോജ് ഉൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകരും PTA-യും മുഹമ്മദ് സിദാനെ അഭിനന്ദിച്ചു. ആ ഷോക്കേൽക്കുന്നത് കണ്ട് അതിനെ രക്ഷിക്കാനായിട്ട് ഷാജിഹ് എന്ന 7C ക്ലാസ്സിലെ കുട്ടി പോവുകയും തുടർന്ന് അവന് ഷോക്കടിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തൻ്റെ അവസരോചിതമായ ഇടപെടൽ താൻ മുൻപ് ജീവിതത്തിൽ നിന്ന് അനുഭവ പാഠം ഉൾക്കൊണ്ട് ആ അവസരോചിതമായ ഇടപെടലിലൂടെ ഒരു ഉണങ്ങിയ വറകഷ്ണം എടുത്ത് ആ കുട്ടിയെ രക്ഷിച്ചു എന്നുള്ളത് വളരെ ധീരമായൊരു കൃത്യമാണ്. 5B ക്ലാസ് എൻ്റെ ക്ലാസ്സാണ്. അപ്പം എൻ്റെ ക്ലാസ്സിലെ കുട്ടിയെന്ന നിലയ്ക്ക് ഞാൻ അതിൽ വളരെ അധികം അഭിമാനിക്കുകകൂടി ചെയ്യുന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ മുഹമ്മദ് സിദാനെയും ഷഹജാസിനെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. സ്കൂളിലെ ഹീറോയാണിപ്പോൾ ഇരുവരും. അക്കര അബ്ദുൽ സലീം അസ്നത്ത് ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് റാജിഹ്. കല്ലയത്ത് വീട്ടിൽ ഉമ്മർ ഫാറൂഖ് ഫാത്തിമത്ത് സുഹറ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിനാൻ. പൂവത്തുംപറമ്പിൽ യൂസഫ് ജുസൈല ദമ്പതികളുടെ മകനാണ് ഷഹജാസ്. ഇവർ 3 കുടുംബവും താമസിക്കുന്നത് കോട്ടപ്പാടത്ത് തന്നെയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഫോണിൽ വിളിച്ച് കുട്ടികളെ അഭിനന്ദിച്ചു.
അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കിലത്താണി. മൊബൈൽ 8589932282.